സ്വാമി കൽപ്പനാരൂപത്തില്, അതായത് നൃത്തരൂപത്തില് സ്വാമിയുടെ ശരീരത്തിൽ നമ്മൾ പൂജകളും ഹോമങ്ങളും എല്ലാം ചെയ്യുമ്പോൾ മദ്യപിക്കാതെയും മുറുക്കാതെയും സ്വാമിക്ക് വേണ്ടി ഒരു പ്രത്യേകിച്ച് ഒരു ഒരുക്കങ്ങളൊന്നും നടത്താതെ തന്നെ സ്വാമി വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ശരീരത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു ചൈതന്യമായിട്ട് വരും. അത് ഒരുപാട് സമയമൊന്നും വരില്ല, വളരെ കുറച്ച് സമയം മാത്രമാണ് സ്വാമി വരാം. സ്വാമി വന്നിട്ട് എല്ലാ ഭക്തരെടുത്തും സ്വാമി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എന്തിനാ നിങ്ങൾ പേടിക്കണേ, നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, ഞാനുണ്ട് കൂടെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് സ്വാമി എല്ലാ ഭക്തരെടുത്തും പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വാമിയെ സ്നേഹിക്കുക, സ്വാമിയെ വിശ്വസിക്കുക, സ്വാമി കൂടെ ഇറങ്ങി വരും എന്നുള്ളതാണ് സത്യം. അതിന്റെ അപ്പുറത്ത് ഒരു കൽപ്പനാ രീതിയിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം, ഇന്ന കാര്യം ചെയ്തു തന്നാൽ ഞാൻ നടത്തി തരും എന്ന് പറയുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ സ്വാമി ഒരു ഭക്തനോടും പറഞ്ഞിട്ടില്ല. എല്ലാവരോടും, നീ എന്നെ വിശ്വസിക്കൂ, ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരും, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും, നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നാണ് ഭക്തനോട് ചോദിക്കാറ്. പക്ഷെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ മനസ്സിലായിട്ടുള്ളത്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട് ഭഗവാന് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്താലും ഭഗവാനെ വിശ്വസിക്കുകയോ ഭഗവാൻ കൂടെ വന്നതോ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട്, അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, മനസ്സിലാവാത്തത് കൊണ്ട് അവരത് മറന്നു പോകുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഇറങ്ങി വന്ന ചൈതന്യത്തെ ആ രീതിയിൽ അവർ കാണാത്തത് കൊണ്ടാണ് അവരുടെ പല കാര്യങ്ങളും നടക്കാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിശ്വസിച്ചിട്ട് അവരുടെ കൂടെ സ്വാമി ഉണ്ട് എന്ന് വിചാരിച്ചു പോയിട്ടുള്ള എല്ലാവരുടെ കാര്യം എൻ്റെ ജീവിതാനുഭവമാണ്. നടന്നിരിക്കും എന്ന് പറഞ്ഞാൽ നടന്നിരിക്കും. അത്രയും ശക്തമായ സത്യമായ ചൈതന്യമാണ് വിഷ്ണുമായ സ്വാമി.